സംസ്ഥാനത്ത് മഴക്കെടുതിയും കനത്ത മഴ മുന്നറിയിപ്പും തുടരുന്നു. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ബാക്കി 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. ഓഗസ്റ്റ് 8 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. കനത്ത മഴയുടെയും വെള്ളക്കെട്ടിന്റെയും പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയായി സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പഠന കേന്ദ്രങ്ങൾക്കും അവധി ബാധകമാണ്. ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർഗോഡ്, തൃശൂർ, മലപ്പുറം, കോട്ടയം, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 10 ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകത്തിനും ആന്ധ്രാ തീരത്തിനും മുകളിലായി രൂപപ്പെട്ട 2 ചക്രവാത ചുഴികളാണ് നിലവിലെ അതിശക്തമായ മഴയ്ക്ക് കാരണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയത്തും കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. മീനച്ചിലാറിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുമരകം, ആർപ്പൂക്കര, തിരുവാർപ്പ്, താഴത്തങ്ങാടി പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിൽ മഴയുടെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് ആറന്മുളയിലും റാന്നിയിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആശ്വാസകരമാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം 400-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 18,000-ലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇന്നു ചേരുന്ന അടിയന്തര സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പ്രളയ മുൻകരുതലുകളും വിശദമായി ചർച്ച ചെയ്യും. അടിയന്തര സാഹചര്യങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1070, 1077 എന്നീ 2 ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാൻ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും കുടിവെള്ളവും മരുന്നും ഉറപ്പാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്.